നമസ്കാരം, അഷ്ടപതി കളരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ ആരെങ്കിലും ചവിട്ടുന്ന സമയത്ത് എങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്നുള്ള ഒരു വിദ്യയാണ്. അപ്പോൾ നോർമലായിട്ട് നമ്മളിപ്പോൾ ചവിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമ്മൾ വാരിക്ക് ചവിട്ടുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ചവിട്ടുകയാണെങ്കിൽ നമ്മളൊരിക്കലും ഈ ഒരു രീതിയിൽ വന്ന് പിടിക്കാൻ പാടില്ല. കാരണം ഈ ഒരു ഭാഗത്ത് നല്ല പവറായിരിക്കും, ചവിട്ടുന്ന ആളുടെ ഈ ഒരു ഭാഗത്ത് നല്ല പവറായിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ അകത്തേക്ക് കയറിയിട്ട് വേണം ഏതൊരു ചവിട്ട് നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ അകത്തേക്ക് കയറിയിട്ട് നമുക്ക് പിടിക്കാം. അതുപോലെ തന്നെ ചവിട്ടുന്ന സമയത്ത് 2-3 രീതിയിൽ നമുക്കിത് പിടിക്കാം എളുപ്പത്തിൽ. ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ അകത്തേക്ക് കയറിയിട്ട് പിടിക്കാം. അതുപോലെ തന്നെ നമ്മൾ നോർമലായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് കയറിയിട്ടും പിടിക്കാം. അപ്പോൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട 1-2 ടെക്നിക്കുകൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ചവിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് കൈമുട്ട് കൊണ്ട് തട്ടിയിട്ട് തിരിഞ്ഞ് മുഖത്തേക്ക് തട്ടാം. ഇപ്പോൾ ചവിട്ടുന്ന സമയത്ത് അകത്തേക്ക് കയറി പിടിക്കുന്നു. ഈ ഒരു ഭാഗത്ത് നമ്മൾ തേറ്റ കൈമുട്ട് കൊണ്ട് നമ്മൾ തട്ടുന്നു, തിരിഞ്ഞ് മുഖത്തേക്ക് നമ്മൾ തട്ടുന്നു. ഇപ്പോൾ ഒന്നുകൂടി നോക്കാം. ആൾ ചവിട്ടുകയാണെങ്കിൽ നമ്മൾ കയറി ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇത് നിരന്തരമായിട്ട് നമ്മൾ പരിശീലിച്ചുകൊണ്ടിരിക്കണം. അല്ലാത്ത അവസരത്തിൽ നമുക്ക് വാരിയുടെ ഭാഗത്തൊക്കെ നമുക്ക് ചവിട്ട് കിട്ടും. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് നമ്മൾ കയറി തന്നെ ചെയ്ത് നമ്മൾ ശീലിക്കണം. ഇപ്പോൾ ചവിട്ടുകയാണെങ്കിൽ നമ്മൾ കയറി തട്ടി ഈ ഒരു ഭാഗം ചെയ്തു. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരുപാട് വിദ്യകൾ കൂട്ടിച്ചേർത്ത് കൊണ്ട് നമുക്ക് ചെയ്യാം. അത് നമ്മളെ യുക്തിപരമായിട്ട് നമ്മൾ പഠിച്ച വിദ്യകളുടെ അടിസ്ഥാനത്തിൽ നമ്മളത് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത്തരം രീതികൾ നമുക്കത് പഠിച്ചെടുക്കാം. തട്ടുന്നു, ഇതേപോലെ തന്നെ നമുക്ക് മുഖത്ത് തട്ടാം, അതുപോലെ തന്നെ നെഞ്ചിൽ തട്ടാം. അത് നമ്മുടെ യുക്തിക്കനുസരിച്ച് നമുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പരിശീലിക്കുന്ന സമയത്തായാലും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം പരിശീലിക്കാൻ വേണ്ടിയിട്ട്. കാരണം കൈമുട്ട് കൊണ്ട് നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ നെഞ്ചിനോ തട്ടിക്കഴിഞ്ഞാൽ അത് വളരെ അപകടം ചെയ്യും. അപ്പോൾ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇത് നല്ല രീതിയിൽ പരിശീലിച്ച് വെക്കുക തന്നെ ചെയ്യണം. അല്ലാത്ത അവസരത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അത് അപകടം വരുത്തി വെക്കുകയും ചെയ്യും. കാരണം വാരി ഭാഗത്താണ് നമുക്ക് ചവിട്ട് കിട്ടുക. കാലിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ നല്ലൊരു പരിശീലകം അല്ലെങ്കിൽ പരിശീലനം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നല്ല രീതിയിലുള്ള പവർ ഈ ഒരു ഭാഗത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് കയറി പിടിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പരിശീലനമില്ലാത്ത അവസരത്തിൽ ഇത് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഭാഗം നമ്മുടെ ശരീരത്തിൽ കുടുങ്ങുകയാണെങ്കിൽ അത് നല്ല രീതിയിലുള്ള ആഘാതം നമുക്ക് വരുത്തും. അപ്പോൾ ഇത് പ്രത്യേകം നമ്മൾ പരിശീലിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മളിത് ചെയ്യാവൂ. അഷ്ടപതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.